ജന്മാദ്യസ്ഥേതോന്യാദിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ ചൂരയ തേജോവാരി മൃതാം നിധാവിനിമയോ എത്ര തിതർഗോമുഷ ദാംനാസേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിലത്തെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് ലേശൊരു ഗഹന ആശയങ്ങളായതുകൊണ്ടാണ് കേട്ടോ അത് എല്ലാവർക്കും അങ്ങോട്ട് രസിക്കാത്തത്. എല്ലാ ഭാഗവും അങ്ങനെയല്ല. ചില ഭാഗങ്ങൾ ഭാഗവതത്തിൽ കുറച്ച് കട്ടി കൂടിയതാണ്. എന്തായാലും ആ ഒരു അധ്യായം കഴിഞ്ഞു. അങ്ങനെയുള്ള വിഷമം ഒന്നും നീല ഭാഗങ്ങളിലില്ല. മൂന്നാമത്തെ അധ്യായം ശ്രീശുക ഉവാച ഏവമേത നിഗദിതം പൃഷ്ടവാൻ ഭവാൻ മമ ഗുണാം എന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. രണ്ട് അധ്യായങ്ങളിലായിട്ട് എന്തേ പറഞ്ഞേ എന്നാണെങ്കിൽ രണ്ട് കാര്യമാണ്. ഈശ്വരനിൽ എത്താൻ ആഗ്രഹം ഉള്ള സാധകന്മാർ രണ്ട് തരത്തിലാണ്. ഈശ്വരനിൽ എത്തേണ്ടവർക്കേ ഉള്ളൂ ഇത്, മറ്റവർക്ക് ഇത് രണ്ടിലും പെടില്ല കേട്ടോ. എന്ന് വേഗം ഈശ്വരനിലേക്ക് എത്തുക, ഈ ജന്മം കൊണ്ട് തന്നെ ഈശ്വരനിലേക്ക് എത്തുക. പിന്നൊന്ന് ക്രമമായിട്ട് ജന്മങ്ങളെടുത്ത് ഉയർന്ന് ജന്മങ്ങളിലേക്ക് എത്തുക. രണ്ടും ഈശ്വരനിലേക്ക് എത്തുന്ന മാർഗ്ഗമാണ്. എന്തായാലും ഈശ്വര മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അധപ്പതനം ഇല്ല, ഉറപ്പാ. പേടിക്കണ്ട. അയ്യോ എനിക്ക് മുക്തിക്കൊന്നും അർഹതയില്ലല്ലോ, അവിടേക്കൊക്കെ എത്തും. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. തുടങ്ങിയാലല്ലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്, എത്രയോ കട്ടിയുള്ള പുസ്തകങ്ങൾ മെഡിസിൻ പഠിക്കണോ, അങ്ങനെ തുടങ്ങുകയാണ് അല്ലേ. വായിച്ച് തുടങ്ങണു, പഠിച്ചു തുടങ്ങണു, അതങ്ങനെ മുന്നേറി എത്ര പേജുകൾ വായിക്കണം ആലോചിച്ചു. ഈ 7 ദിവസം കൊണ്ട് എങ്ങനെ ഭാഗവതമൊക്കെ വായിക്കുക എന്ന് വിചാരിച്ച് അതാണ് തുടങ്ങുക. ചില ഭാഗങ്ങൾ ഇന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകണു, അവസാനിപ്പിക്കണില്ല. അപ്പോൾ എല്ലാം അങ്ങനെയാണ്. തുടങ്ങി കഴിഞ്ഞാലോ പിന്നെ മേപ്പെട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് വരില്ല തീർച്ചയാണ്. അപ്പോൾ അതാണ് ക്രമമുക്തി. കുറച്ച് ജന്മങ്ങൾ എടുക്കേണ്ടി വരും, പക്ഷെ ഓരോ ജന്മങ്ങളിലും പുരോഗതിയാണ്, കീഴ്പ്പെട്ടല്ല. കയറിയ പടി ഇറങ്ങേണ്ടി വരില്ല. അത് ഒരു മാർഗം. ഈ മറ്റേ മാർഗം പെട്ടെന്ന് തന്നെ എത്തലാണ്. അത് ചിലപ്പോൾ ഈ ജന്മം കൊണ്ട് തന്നെ ജീവൻ മുക്തി എന്ന അവസ്ഥയുണ്ട്. മരിക്കണ്ട, ശരീരം വെടിയണ്ട. ശരീരം വെടിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനിൽ എത്തുകയും ചെയ്യും. ജീവൻ മുക്തിയിലവർക്കും മരണമുക്തി തീർച്ചയാണ്. അത് വളരെ വേഗമുള്ള പദ്ധതിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഭാഗ്യത്തിനനുസരിച്ചും സാധനയുടെ തീവ്രതയ്ക്കനുസരിച്ചുമാണ് കിട്ടുക. എന്തായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട. നല്ല കാര്യത്തിന് ഹി കല്യാണകൃത് കച്ചി ദുർഗതീൻ താത ഗച്ഛതി. നിങ്ങൾക്ക് ഈ ഭഗവത് വിഷയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നേറണം എന്ന് തോന്നിയാൽ പിന്നെ അധപ്പതനം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അത് ഗ്യാരണ്ടി ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുക. നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിട്ടായിരിക്കും പുരോഗതി എന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ് ഈ 2 അധ്യായത്തിൽ പറഞ്ഞത്. ഈശ്വരമാവലംബം, ഈശ്വരനെ ആശ്രയിക്കൽ, ഒന്ന് തുടങ്ങുക. അത് തന്നെയാണ് ശ്രേയോമാർഗം എന്ന് പറഞ്ഞു വെച്ചു. പെട്ടെന്ന് എത്തണ കാര്യം, മെല്ലെ എത്തണ കാര്യം, രണ്ടെണ്ണമാണ് ചുരുക്കി പറഞ്ഞത്. ഇനി അടുത്തത് പറയണം. ശ്രീശുക ഉവാച ഏവമേതത് നിഗദിതം പൃഷ്ടവാൻ ഭവൻ മമ നൃണാം എന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. മനുഷ്യേഷു മനീഷിണാം, അവിടെ പ്രയോഗം നോക്കൂ. മനുഷ്യന്മാരിൽ വിദ്വാൻമാരും, അപ്പോൾ വിദ്വാന്മാരല്ലാത്തവരുണ്ട് തീർച്ചയല്ലേ. അതിനെന്താ അത്ഭുതം. മനുഷ്യമൃഗങ്ങളുണ്ട് അല്ലേ. മൃഗങ്ങൾ രൂപം മാത്രം മനുഷ്യൻ്റെ യാതൊന്നും അറിയണമെന്നില്ല. താൻ എവിടുന്നാണ് വന്ന്, എങ്ങനെ ഈ ശരീരത്തിൽ പെട്ട്, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുക, ആത്യന്തികമായിട്ട് ദുഃഖത്തിന് എന്താണ് നിവൃത്തി, ഇതൊന്നും ആലോചിക്കാതെ പശുസമമായിട്ട് ജീവിക്കണവരും ഉണ്ട്. മനീഷിണാം, എന്തെങ്കിലുമൊക്കെ ചിലത് അറിയണം എന്ന് വിചാരിക്കുന്നവരെയാണ് മനീഷിണാം. ചിന്തിക്കുന്നവർ. ചിന്ത വെറുതെ ഇങ്ങനെ തരില്ല, അത് ചിന്തിക്കാൻ ഉപയോഗിക്കണം. ആവശ്യത്തിന് കേട്ടോ. അനാവശ്യമായിട്ട് കാടുകാരി ചിന്തിച്ചിട്ട് കാര്യമില്ല. വേണ്ട രീതിയിൽ ചിന്തിക്കും വേണം. അതാണ് മനീഷിണാം. അവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, ചുരുക്കത്തിൽ മനുഷ്യൻ എന്ന പേരിന് അർഹതയുള്ളവർക്ക്, അവർക്ക് എന്താണ്
മരണം അടുത്തിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതാണല്ലോ ചോദിച്ചത്. മരണത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ആരാ മരണത്തിലേക്ക് പോവാത്തവർ? ആരുമില്ല. എല്ലാവരും മരണത്തിലേക്ക് തന്നെ പോകണം. എത്ര കിലോമീറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഈ മയിൽക്കുറ്റി എഴുതിയിട്ടുണ്ടാവും ഇല്ലേ ബസ്സിൽ, റോട്ടിൽ ഇല്ലേ? പാലക്കാട് ഇത്ര 38, അതിങ്ങനെ കുറഞ്ഞു വരും. 28, 25 ഇല്ലേ, 20, അവസാനം 0. മേലാമുറി എത്തിയ 0, അവിടെ എത്തിയ പാലക്കാട് എത്തി. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലക്ഷ്യം എവിടെ? മരണം. സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മരണത്തിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് ആ കിലോമീറ്റർ ഒന്ന് ഓർക്കാനാണ് അത്ര ഈ പിറന്നാൾ ആഘോഷിക്കണത് അല്ലേ? ആ കിലോമീറ്റർ അടുത്ത പിറന്നാളിൻ്റെ ഇനി ഇത്ര കിലോമീറ്ററേ മരണത്തിലേക്കുള്ളൂ. അതിന് കേക്ക് മുറിച്ചിട്ട് കൈ കൊട്ടി കളിക്കുക, ബലൂണ് കെട്ടിത്തൂക്കല്ല വേണ്ടത്. ആ പിറന്നാളിന് വേണ്ടത് എന്താ ചോദിച്ചാൽ സത്സംഗം ഉണ്ടാവുക. ഇനി ഈ ജനനം ശരീരക്ലേശം ഇല്ലാണ്ടേക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കേ. അല്ല ഗണപതി ഹോമോ ഭഗവതി സേവയോ ഒക്കെ ചെയ്യുക, 4 ആളെ വിളിച്ചിട്ട് സഹസ്രനാമം ചെല്ലുക, അല്ലെങ്കിൽ വല്ല അർച്ചന പ്ലാൻ ചെയ്യുക, കുറച്ച് പൂവൊക്കെ അറുത്ത്, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് മാറ്റാണ്ട് ഈ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നും പറഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ എവിടെയും നമ്മുടെ ആശയത്തിൽ പറഞ്ഞു. നമ്മുടെ ആശയമേ അല്ല അത്. അപ്പം അത് ഈ മരണത്തിലേക്ക് പോകുന്ന വഴി കുറഞ്ഞു വരുന്നതിനെ ഓർക്കാനാണ് ഈ പിറന്നാൾ ശരിക്കും പണ്ട് ആഘോഷിച്ചിരുന്നത്. ഈശ്വരകാര്യം അതിലുണ്ടാവും. പക്ഷെ ഭാഗവതപാരായണോ നല്ല കാര്യമോ അല്ലേ ഗണപതി ഹോമോ ഭഗവതി സേവയോ ഒക്കെ പിറന്നാളിനെ ആഘോഷിച്ചു. ഭഗവാൻ നേദിച്ചതായിട്ടുള്ള ആ പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്തു. എത്ര നന്ന്! നെയ്യപ്പം ഗണപതിക്ക് നേദിച്ചതോ ഇങ്ങനെയൊക്കെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മയിൽക്കുറ്റി ഇനി എത്രയുണ്ട് എന്ന് നമുക്കൊന്ന് ഓർക്കാം. അതിനു വേണ്ടിയാണ് പണ്ട് ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത് തന്നെ. അതുകൊണ്ട് മ്രിയമാണാനാം നൃണാം, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് കർത്തവ്യമായിട്ടുള്ളത് എന്ത് എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു. ഏവമേത നിഗദിതം, ഞാൻ അങ്ങയോട് രാജാവേ പറഞ്ഞു. പരീക്ഷത്തിനോട് പറയുകയാണ് ശുഗമഹർഷി. ഏവമേത നിഗദിതം ഞാൻ പറഞ്ഞു, ചോദിച്ചതനുസരിച്ച്. ചോദിച്ചിട്ടേ പറഞ്ഞുള്ളൂ, വെറുതെ പറയേണ്ട കാര്യങ്ങളല്ല. ഭാഗവതത്തിലൊക്കെ ചോദിച്ചിട്ടേ പറയുള്ളൂ. നിങ്ങളോട് ആരാ ചോദിച്ചേ എന്നുള്ള ചോദ്യം പറയരുത് എന്നാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് ഇടവരുത്തരുത്. എവിടെയും ചോദിക്കാതെ കയറി പറയരുത് എന്ന്. നമ്മുടെ അഭിപ്രായം ചോദിച്ചാലേ പറയണം. പൃഷ്ടവാൻ യത് ഭവാൻ മമ, എന്നോട് ചോദിച്ചതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു. മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? നൃണാം മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിനാം, ഈശ്വരാരാധന ആരംഭിക്കുക. ഒരു സദ്യവും മുക്തിയാവാം, പെട്ടെന്നാവാം പുരോഗതി, മെല്ലെയാവാം പുരോഗതി, രണ്ടായാലും പുരോഗതിയാണ്, അധപ്പതനമില്ല. ഇത് ഞാൻ 2 അധ്യായങ്ങളെ കൊണ്ട് അങ്ങയോട് പറഞ്ഞു. ഇനി പറയുകയാണ്, നമ്മൾ ഈ ഭാജനം അല്ല ഭക്തിക്ക് എന്താ അറിയുമോ, വളരെ ആവശ്യമുള്ള കാര്യങ്ങളാട്ടോ ഈ അധ്യായത്തിൽ. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത്, അതാണ് ഒരു സപ്താഹം നമ്മൾ ശരിക്കും കേട്ടാൽ ശരിക്കും പറയും വേണം. കുറേ സംശയങ്ങളൊക്കെ നമുക്ക് അതിന് തീരും എന്നാണ്. അപ്പോൾ ഇവിടെ പറയണം, ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിൻ. നമ്മുടെ ഭജനം ആദ്യഘട്ടത്തിൽ പല ആൾക്കാർ പറഞ്ഞതനുസരിച്ച് സകാമമായിട്ടാവും തുടങ്ങുക. അത് തുടക്കത്തിലേ പാടുള്ളൂ സകാമം, പിന്നെ അത് മാറ്റണം എന്നാണ്. അപ്പോൾ ബ്രഹ്മ തേജസ്സിനെ ആഗ്രഹിക്കുന്നവർ ബ്രഹ്മാവിനെയും വേദകർത്താവിനെയും ഭജിക്കണം. വേദകർത്താവ് ബ്രഹ്മാവ്, ബ്രാഹ്മണർ എന്ന് നമ്മൾ പൊതുവേ പറയുന്ന കൂട്ടർ. ബ്രഹ്മതേജസ് അവർക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജാതി കൊണ്ട് ജന്മം കൊണ്ട് മാത്രമല്ല, കുറച്ചും കൂടിയൊക്കെ വിപുലമായ അർത്ഥത്തിൽ സൽക്കർമ്മങ്ങളിൽ കൂടെ ഉയരാനും സൽക്കർമ്മങ്ങൾ മാത്രം കുറേയധികം ചെയ്ത് ജീവിക്കാനും ആഗ്രഹിക്കുന്നവർ എന്നൊക്കെ വേണമെച്ചാൽ എങ്ങനെയൊക്കെ പറയേണ്ടച്ചാൽ പറയാം. ബ്രഹ്മ തേജസ് ആഗ്രഹിക്കുന്നവർ ഈശ്വര ഉപാസനയിൽ കൂടിയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ന് ചുരുക്കം. മറ്റ് കർമ്മങ്ങൾ അവർക്ക് കുറയും. ഒന്ന് കുറഞ്ഞാൽ ഒന്ന് കൂടും, ഒന്ന് കൂടിയാൽ മറ്റു കുറയും. അങ്ങനെയാണല്ലോ ലോകം. അവർക്ക് ബ്രഹ്മാവിനെയാണ് ഭജിക്കേണ്ടത്. ഇതൊക്കെ ചുരുക്കം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഭജിച്ച് തുടങ്ങണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. ഇന്ദ്രിയ കാമഹ,
ഇന്ദ്രിയ സുഖങ്ങളെ കാക്ഷിക്കുന്നവൻ ആരെ ഭജിക്കുന്നു? ഇന്ദ്രനെയും. അവൻ ഇന്ദ്രനെ ഭജിക്കണം എന്നാണ്. ഇന്ദ്രനെ കുറ്റം പറയാൻ പാടില്ല. ഇന്ദ്രനെ കഥയിലൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് ഭാഗവതത്തിൽ. ഇന്ദ്രൻ മോശമാണ്, അഹല്യ വേണ്ടാത്തത് ചെയ്തു, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. വൃത്രാസുരനെ വധിച്ചു, സ്വാർത്ഥനാണ്. ശരിയാണ്. അത് ആർക്ക് പറയാം? ഭഗവാന് പറയാം, അല്ലെങ്കിൽ അതിന് മാത്രം മാഹാത്മ്യമുള്ള മഹർഷിമാർക്ക് പറയാം. ഇന്ദ്രനെ യോഗ്യത, ആ ഇന്ദ്രനേക്കാൾ യോഗ്യത ഉള്ളവർക്ക് പറയാം. നമുക്കൊരു പെട്ടെന്ന് ആരെയും വിമർശിക്കാം എന്നാണ്. അങ്ങനെ വിമർശിച്ചുകൂടാ. ഇപ്പോൾ നമ്മൾ പൂജക്കാരെ വിമർശിക്കേണ്ട. ആ പൂജ എന്താണെന്ന് നമുക്കറിയുമോ ആദ്യം? എന്നിട്ട് വേണം പൂജക്കാരനെ വിമർശിക്കാൻ. ആ പൂജ ഇന്ന സ്റ്റെപ്പ് ചെയ്തത് ശരിയായില്ല പറയാം. ഒരു തന്ത്രിക്ക്, നന്നായിട്ട് അറിയുന്ന തന്ത്രിക്ക് മറ്റ് പൂജക്കാരെ വിമർശിക്കാം. പക്ഷെ പൂജ പഠിക്കാത്ത ഒരാൾ, അയാൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ അയാൾക്ക് അധികാരമില്ല. ഉണ്ടോ? കാരണം എങ്ങനെ, എവിടെ തെറ്റി എന്നെങ്ങനെ നിങ്ങൾ പറയും? എന്താ ഞാൻ ചെയ്തതിൽ തെറ്റാന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാലേ അതിനേക്കാൾ യോഗ്യത ഉള്ളവർക്കേ അതിനെ വിമർശിക്കാൻ പാടുള്ളൂ. അതൊരു നിയമമാണ്. അല്ലാത്തതിനെ വിമർശിച്ചുകൂടാ. അതുകൊണ്ട് ഇന്ദ്രം ഇന്ദ്രിയ കാമസ്തു, ഇന്ദ്രനെ വിമർശിക്കുകയല്ല നമ്മൾ വേണ്ടത്. തൽക്കാലം ഇന്ദ്രനെ ഭജിക്കുക. എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ദ്രിയ സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൈയും കാലും കേടുകൂടാതെ ജീവിക്കണം. എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് സത്യമാണല്ലോ. കൈ പോയാലും കാല് പോയാലും ഒക്കെ ബുദ്ധിമുട്ടാവും. നമുക്ക് കണ്ണു പോയാൽ പറയാനുണ്ടോ? അപ്പോൾ അതിന് കിഴക്ക് ദിക്കിൻ്റെ അധിപനാണ് ഇന്ദ്രൻ, തെക്ക് ദിക്കിൻ്റെ അധിപനാണ് യമൻ, പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനാണ് വരുണൻ, തെക്ക് പടിഞ്ഞാറിൻ്റെ അധിപനാണ് നിരുതി. അങ്ങനെ ഓരോ ദിക്കിനും ഓരോ ദേവതകളുണ്ട്. അതിനാണ് എല്ലാവരും ഈ വട്ടം തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ചിലർ അഷ്ടദിക്പാലന്മാരെ ഭജിക്കുകയാണ്. എല്ലാവിധ സുഖങ്ങളും രക്ഷയും നമുക്കുണ്ടാവാൻ. അപ്പോൾ ഇന്ദ്രം ഇന്ദ്രിയ കാമസ്തു, പ്രജാകാമ, സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർ, പ്രജാപതീൻ, പ്രജകളെ പൂജിക്കണം. പ്രജാപതികളെ പൂജിക്കണം. ദക്ഷൻ മുതലായിട്ടുള്ള 7ഓളം പ്രജാപതികളുണ്ട്. ഒരു സ്ഥാനമാണ് ഈ പ്രജാപതി. അവരെ പൂജിക്കണം എന്ന് പറഞ്ഞു. ഓരോരോ കാര്യത്തിനും ഓരോ ഉപാസന നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് മുഴുവൻ ശരിയാണ് എന്നല്ല, അത് അവസാനം ഇപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പം ഇത് തന്നെ അന്തിമമാണ് എന്ന് വിചാരിക്കരുത് എന്ന ലാസ്റ്റിൽ പറയണത്. അപ്പം ഇതിൽ കിടന്ന് തിരിയണ്ട. സമ്പ്രദായം അങ്ങനെ ജനങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് മുഴുവൻ 100% ശരിയല്ല എന്നാണ് ലാസ്റ്റിൽ ഇപ്പം തന്നെ പറയണത്. എന്തിനാ വെച്ചാൽ ഇതിൽ കുടുങ്ങണ്ട എന്ന് പറയാനാണ്. ഇനി അടുത്തതായിട്ട് ദേവി മായാന്ത് ശ്രീകാമ തേജസ്കാമോ വിഭാവസും വസുകാമോ വസുൻ രുദ്രാൻ വീര്യകാമോത വീര്യവാൻ. ദേവി മായാന്തു ശ്രീകാമ, സമ്പത്ത് ഐശ്വര്യം ലോകത്തിലത്തെ ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ദുർഗാം ദേവിയും, ദേവിയെ ഭജിക്കണം. ദേവി എന്നർത്ഥമേ ഉള്ളൂ. ദേവിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഭജിക്കുക. അപ്പോൾ അതില്ലാതെ ഒരിക്കലും ഭജനം പൂർണ്ണമാവില്ല എന്നാണ് ലൗകിക ശ്രേയസ്സുള്ളവർ ആഗ്രഹിക്കുന്നവർ പറയണത്. അതുകൊണ്ട് ദേവിയെ ഭജിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം. ദേവി മായാംതു ശ്രീകാമ, ശ്രീ ലൗകിക ശ്രേയസ്. ശ്രീ എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല. സമ്പത്തുണ്ടായതുകൊണ്ട് സന്തോഷം ഉണ്ടാവണമെന്ന് ഒരിക്കലും ഇല്ല. പിന്നെ ലൗകിക ശ്രേയസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പുത്രന്മാരും പുത്രിമാരും വേണ്ട സമയത്ത് അതുണ്ടാവുക, അല്ലേ? വീട് വേണ്ടവർക്ക് അതുണ്ടാവുക, ധനം വേണ്ടവർക്ക് അതുണ്ടാവുക, ആരോഗ്യം വേണ്ടവർക്ക് അതുണ്ടാവുക. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തുണ്ടായിട്ട് കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ധനം ധാരാളമുണ്ട്, കൈ വയ്യ കാല് വയ്യ. പഴയ കാലത്ത് പറയും കഷായം അടുപ്പത്തുനിന്ന് വാങ്ങിയ സമയമില്ല കേട്ടോ ആ വീട്ടിൽ. ഇപ്പോൾ കഷായം ഇല്ല എന്ന് മാത്രമേ ഡോക്ടറെ അടുത്ത് നിന്ന് പോകുന്ന സമയം ഉണ്ടാവില്ല. ഒരാളുടെ കഴിയുമ്പോഴേക്കും വേറെ ആൾക്ക് ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വരിക. ഒരു വലിയ ദുഃഖമാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് കേട്ടോ ശ്രേയസ്. ആരോഗ്യവാന്മാരായിട്ടിരിക്കുക, അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക, മരുന്നൊന്നും കഴിക്കാണ്ടിരിക്കുക, കഴിക്കേണ്ടി വരാതിരിക്കുക, നല്ലൊരു ശരീരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതന്നെ വലിയൊരു സമ്പത്താണെന്നാണ്. ശരീരം ആദ്യമെങ്കിലും ധർമ്മസാധനം എന്ന് പറയാൻ കാരണം ധർമ്മം അനുഷ്ഠിക്കണം വെച്ചാൽ ശരീരം വേണ്ടേ. നല്ലൊരു ശരീരം കേടുകൂടാതെ കിട്ടുക, സമ്പത്ത് അത്യാവശ്യം വേറെ ആളുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക, കുട്ടികളുണ്ടാവേണ്ടപ്പോൾ ഉണ്ടാവുക, വിവാഹം കഴിയേണ്ടപ്പോൾ വിവാഹം കഴിയുക, ഉദ്യോഗം കിട്ടേണ്ടപ്പോൾ ഉദ്യോഗം കിട്ടുക,
അല്ലേ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പെര നിറഞ്ഞ് നിൽക്കുക എന്ന് പറയും പണ്ട്. ഇതൊക്കെ ഐശ്വര്യത്തിൻ്റെ ഭാഗങ്ങൾ. അത് ദുഃഖമാണ് ശരിക്കും, എല്ലാവർക്കും ഒരു ദുഃഖമാണ് അല്ലേ? അപ്പം അതൊക്കെ ഇല്ലാത്തതിനാണ് ശ്രീ കാമ എന്ന് പൊതുവേ ഇവിടെ പറഞ്ഞത്. സമ്പത്ത് മാത്രമല്ല, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സുഖം ഉണ്ടാവുന്നതിനൊക്കെ ശ്രീ എന്ന് പറയാം. അപ്പം അങ്ങനത്തെ ലൗകിക ശ്രേയസ് വേണ്ടവർ ഭഗവതി സേവയൊക്കെ കഴിക്കുക. കൊല്ലത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ ഒരു ഭഗവതി സേവ കഴിക്കുക. അമ്പലത്തിൽ കയറ്റാക്കിയാൽ അമ്പലം നന്നാവും, വീട് നന്നാവില്ല. വീട് നന്നാവണം വെച്ചാൽ വീട്ടിൽ തന്നെ കഴിക്കണം. അവിടെയൊക്കെ പഴയ കാലത്ത് പറയുന്നത് അമ്പലത്തിൽ കഴിക്കണത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്. പൈസ എന്താ വെച്ചാൽ കൊടുത്താൽ പിടുത്തം വിട്ടൂലോ, അതുകൊണ്ട് കാര്യമില്ലാണ്. അമ്പലം നന്നാവുന്നുണ്ട്. ഏതമ്പലം അപ്പം നന്നാവാത്ത? വീട് നന്നാവണമെന്നില്ല. വീട് നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ വീട്ടിലുണ്ടോ? ഏതെങ്കിലും ഒരു കുറവ് വരുന്നുണ്ട് അല്ലേ? അതെന്താ വെച്ചാൽ ഗണപതി ഹോമം, ഭഗവത് സേവ ഇതൊക്കെ പണ്ട് വീട്ടിലാണ് ചെയ്തിരുന്നത്. പിന്നീടാണ് അത് ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത്. അവിടെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. വീട്ടിലെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ തന്നെ സൽക്കർമ്മം ചെയ്യണം. ശ്രീകാമ, ശ്രീ ആഗ്രഹിക്കുന്നവർ വീട്ടിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭഗവതി സേവ, ഗണപതി ഹോമം മുതലായിട്ടതൊക്കെ ചെയ്യുക, ദേവിയെ ഭജിക്കുക. ശ്രീകാമ തേജസ് കാമോ വിഭാവസും, തേജസ് ആഗ്രഹിക്കുന്നവർ അഗ്നിദേവനെ ഭജിക്കുക. അഗ്നിദേവനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഹോമം നടത്തുക. ചുരുക്കം ഗണപതി ഹോമാദികൾ പല ഹോമമുണ്ട് നമുക്ക്. സുഹൃത ഹോമമുണ്ട് ഇല്ലേ, നവഗ്രഹ ഹോമമുണ്ട്, ഒരുപാട് ഹോമങ്ങൾ. എത്രയാ ഹോമങ്ങൾ വീട്ടിൽ നടത്താവുന്നതായിട്ട് ചില ഹോമാദികൾ. അതിനാണ് അഗ്നിയെ സേവിക്കുക എന്ന് പറയുക. ആണ് എന്തൊക്കെ നമ്മൾ വീട്ടിൽ പുതിയ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അഗ്നി കത്തണം എന്നാണ്. തീ കത്തുക എന്നുള്ളതിൻ്റെ ആ ഒരു പുകയും മറ്റും, നമ്മൾ അടുപ്പ് കത്തിച്ചാൽ അതൊരു ചെറിയ ഹോമമാണെന്നാണ്. അതൊരു ഹോമത്തിൻ്റെ ശക്തിയുണ്ട്. എവിടെ കത്തിക്കണം? വടക്ക് കിഴക്കേ കോണിൽ തന്നെ അടുക്കള വരണം. അവിടെ അഗ്നി ഹോമിക്കണം. തെറ്റായ സ്ഥലത്ത് അഗ്നി കത്തിയാൽ ദോഷവും ഉണ്ട്, മനസ്സിലാക്കുക. അത് കാരണം നമ്മൾ പറയും നേരെ വടക്ക് ഭാഗത്ത് അഗ്നി കത്താൻ പാടില്ല. നേരെ വടക്ക് ഭാഗത്ത് അവിടെ അഗ്നി ഉണ്ടെങ്കിൽ പല ദോഷങ്ങളുണ്ടെന്നാണ്. അവിടെ നമുക്ക് അനുകൂലമായ ചില തരംഗങ്ങൾ അഗ്നിയാൽ നശിക്കപ്പെടുന്നു. അപ്പം അതുകൊണ്ട് പുറത്ത് അഗ്നി കത്തിക്കുമ്പോൾ അത് നേരെ വടക്കാവുക. ചുമര് അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ അത് കിഴക്ക് വശത്ത് വരൂ. അതുകൊണ്ട് അവിടെ അഗ്നിയെ സേവിക്കുന്നവർ, അപ്പം അഗ്നിയുടെ സ്ഥാനം പ്രധാനമാണ്. വടക്ക് കിഴക്കോ തെക്ക് കിഴക്കേ അഗ്നി കത്താവൂ. മൂന്നാമതൊരു സ്ഥാനം ശരിക്കില്ല എന്നാണ്. അതുകൊണ്ട് അഗ്നിയെ സേവിക്കുന്നവർ, വീട്ടിൽ അഗ്നി കത്തുന്നത് ഒരു ഹോമത്തിന് സമാനമാണ്. അതുകൊണ്ട് കുളിച്ചിട്ടേ കത്തിക്കാവൂ എന്നാണ്. 41 ദിവസം മലയ്ക്ക് പോകുമ്പോൾ മാത്രം കുളിച്ച് ഭക്ഷണം വയ്ക്കുകയല്ല. എപ്പോഴും നമ്മൾ അഗ്നിയെ കത്തിക്കുമ്പോൾ കുളിച്ചിരിക്കണം എന്നാണ്. വസുകാമ, ധനം ആഗ്രഹിക്കുന്നവർ വസുക്കളെ ഭജിക്കണം, അഷ്ടവസുക്കളെ ഭജിക്കണം. വീര്യകാമ, വീര്യം ആഗ്രഹിക്കുന്നവർ വീര്യവാൻ, രുദ്രനെ ഭജിക്കണം. കുറച്ചൊരു രൗദ്രം എന്ന് വരുന്നതാണല്ലോ രൗദ്രം എന്നുള്ള വാക്ക്. ചില ആൾക്കാർക്ക് അത് വേണ്ടി വരും. ഇപ്പം ഭരിക്കുന്നവർക്ക് ശക്തമായിട്ട് പറയേണ്ടവരോട് പറയേണ്ടി വരും. എല്ലാവർക്കും അത്രയ്ക്ക് മാത്രം വീര്യം വേണമെന്നുണ്ടാവണമെന്നില്ല. ഭരണരംഗത്തിരിക്കുന്നവർ, ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് തന്നെയാണ് വിചാരിക്കുക, അത് ചെയ്യണ്ട, വൈകുന്നേരം ആകുമ്പോഴേക്കേ ചെയ്യണം, അതല്ലാണ്ടൊന്നും പറ്റില്ല, തൻ്റെ ഈ ഉഴപ്പ് പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും ഇല്ലേ? മര്യാദയ്ക്ക് താനത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലർ ചെയ്യില്ല. ചിലർക്ക് ചില ദണ്ഡങ്ങൾ കൊടുക്കുക, കുറച്ച് അമർത്തി പറയുക, അതൊക്കെ വേണ്ടവർക്കാണ് ഈ വീര്യം. അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അല്ലേ, അല്ലെങ്കിൽ അവരെ ഒന്നിനും കൊള്ളില്ല എന്നാണ് നമ്മൾ പറയുക. അയാൾ പറഞ്ഞതാ, ആ പേടി മറ്റുള്ളവർക്ക് ഉണ്ടാവണതാണ് വീര്യവാൻ. അങ്ങനത്തെ ആൾക്കാർ രുദ്രനെ ഭജിക്കണം. ദേവി മായാന്തു ശ്രീകാമ തേജസ് കാമോ വിഭാവസും, അഗ്നിയെ ഭജിക്കുക. കുറച്ച് തീയ് വീട്ടിൽ കത്തുക, അത് വടക്ക് കിഴക്കേ കോർണറിൽ തന്നെ കത്തുക. വസുകാമോ, വസുൻ രുദ്രാർക്ക് എന്തിനാ പറയണമെന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ എത്ര പറഞ്ഞാലും തെറ്റിച്ച് ചെയ്യണവരുണ്ട്, അതുകൊണ്ട് പറഞ്ഞാന്ന് മാത്രമേ ഉള്ളൂ. വസുകാമോ വസുൻ രുദ്രാൻ വീര്യകാമോശ വീര്യവാൻ. രുദ്ര എന്നുള്ളത് ഇങ്ങോട്ട് വലത്തോട്ട് എടുക്കണം. വീര്യം ആഗ്രഹിക്കുന്നവർ കുറച്ച് ശിവഭജനം ചെയ്യുന്നത് നല്ലതാണ്. വീര്യലോകത്തിലെല്ലാം കൂടിയാലേ എല്ലാതും ആവുള്ളൂ. അവസാനം പറയണത് ഇതിൽ കിടന്ന് തിരിയേണ്ടെന്നാണ് കേട്ടോ. പ്രത്യേകം ഓരോ ശ്ലോകം പറയുമ്പോഴും പറയുകയാണ് ഇതിലല്ല തിരിയേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കാണ് കൊണ്ടുപോകണത്.
അന്നാദ്യകാമത്വതിഥിം സ്വർഗകാമോ അതിഥേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമ സാധ്യാൻ സംസാധകോ വിശാം. ആണ് ഈ ഭാഗവതം നോക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും വ്യക്തമാവും. അന്നാദ്യകാമത്തു, ഭക്ഷണം വലിയ കുഴപ്പമില്ലാതെ കിട്ടണം എന്ന് വിചാരിക്കുന്നവർ, ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നും ഇല്ല കേട്ടോ. കാരണം മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഭക്ഷണത്തിന് പ്രാധാന്യം അധികം കൊടുക്കാത്തവരെ കാണാണ്ട് നമുക്ക്. ബുദ്ധിമാന്മാർ ഈ ഭക്ഷണത്തിൽ അധികം ശ്രദ്ധിക്കില്ല എന്നാണ്. കുറച്ച് എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടിയ കഴിച്ചു പോയി എന്നല്ലാണ്ട് അവർ അതിൽ വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തവരാണ് ബുദ്ധിമാന്മാർ എന്നൊരു വേർഷൻ ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം തോന്നിയ പോലെ ആക്കണ്ട കേട്ടോ, ആരും പറഞ്ഞില്ല. നിഷ്ഠയും ചിട്ടയും വേണ്ടത് തന്നെയാണ് ഭക്ഷണം. പക്ഷേ ഈ ബുദ്ധി ഒരു പരിധി കടന്നാൽ അതിൽ ശ്രദ്ധ വരില്ല. അത് സ്വഭാവം പറഞ്ഞു തന്നില്ല, അങ്ങനെ ആവണം എന്നല്ല. ഭക്ഷണത്തിൽ ചിട്ട വേണം, അതുതന്നെയാണ് വേണ്ടത്. പക്ഷെ ആ ഭക്ഷണത്തിൽ ശ്രദ്ധ വേണം, നേരെ ആവണം എന്ന് വിചാരിക്കുന്നവർ അതിഥിയെ ഭജിക്കാനാണ് പറയുന്നത്. ദേവന്മാരുടെ മാതാവായിരിക്കുന്ന അതിഥിയെ, സപ്തമാതൃക്കളെയും ദേവന്മാരെയും ഭജിക്കുക. സ്വർഗകാമ, മരണാനന്തരം സ്വർഗത്തെ ആഗ്രഹിക്കുന്നവർ. മരണാനന്തര ശ്രേയസ്സാണ്. ശ്രേയസ് രണ്ട് തരമുണ്ട്, ഒന്ന് ഇഹലോകവും ഒന്ന് പരലോകവും. പരലോക സുഖമാണ് ഈ സ്വർഗാദി സുഖങ്ങൾ. വേറെ ഈ ലോകങ്ങളുണ്ട് കേട്ടോ, ചന്ദ്രലോകം അങ്ങനെയൊക്കെയുള്ള ചില ലോകങ്ങളൊക്കെ ഉണ്ട്. അത് ആഗ്രഹിക്കുന്നവർ അതിഥേ പുത്രാൻ, അതിഥിയുടെ പുത്രന്മാർ ദേവന്മാർ, അവരെ ഭജിക്കുക. ഇന്ദ്രായ നമ, വൈശ്വാനനായ നമ, അഗ്നേ നമ, പിതൃപതേ നമ, നിരുതേ നമ, വായവേ നമ, കുബേരായ നമ, ഈശാനായ നമ, അഷ്ടദിക്പാലന്മാർ. പിന്നെ 30 കോടി ദേവന്മാരുണ്ട്, ഏകാദശ രുദ്രന്മാർ, 12 പേരുണ്ട് രുദ്രന്മാർക്ക്, 12 രുദ്രന്മാരാണെന്നാണ്. 2 അശ്വിനി ദേവതകൾ. ഇതൊക്കെയാണ് 30 കോടി ദേവകൾ. അത് 33 ഉള്ളൂ, കോടിയൊന്നുമില്ല. കോടി എന്നൊക്കെ വെറുതെ പറയാം, അതൊരു പദവി എന്നാണ് കോടി എന്നുള്ളതിന് അവിടെ അർത്ഥം, സംഖ്യയല്ല. ആകെ 33 ദേവന്മാരുള്ളത്. ആരൊക്കെ 33 ദേവന്മാർ? 12 ആദിത്യന്മാർ, 12, 11 രുദ്രന്മാർ, 12ഉം 10ഉം 22, 23, അഷ്ടവസുക്കൾ 23, 8, 31, 2 അശ്വിനി ദേവതകൾ 33. ആകെ ഈ 33 ദേവതകളെയാണ് എന്തിനു ഭജിക്കേണ്ടത്? പുത്രന്മാർ, അതായത് രാജ്യകാമ, രാജ്യത്തെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവർ ചെയ്യണം. സ്വർഗത്തിലുള്ളവർ ആരാ വെച്ചാൽ ദേവന്മാർ. അവരുടെ പ്രസാദം കൂടാതെ, സാങ്ഷനോ സമ്മതമോ കൂടാതെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പം ദേവന്മാരെ പൂജിക്കുക. ഈ പറഞ്ഞ 33 ദേവന്മാർ, അത് കോടിയാക്കി പറയുക. കോടി എന്ന് പറഞ്ഞാൽ പദവി എന്നർത്ഥമാണ്, സംഖ്യയല്ല. അവരെ ഭജിക്കണം. വിശ്വാൻ ദേവാൻ, വിശ്വദേവന്മാരെയും ആര് ഭജിക്കണം? മറ്റുള്ളവരുടെ മുകളിൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നവർ. എക്സിക്യൂട്ടീവ് പദവിയിലോ മാനേജർമാരോ അങ്ങനെയൊക്കെയുള്ളവരെന്ന് വേണമെച്ചാൽ പറയാം. നമ്മൾ ഈ പിതൃകർമ്മം ചെയ്യുമ്പോൾ വിശ്വാൻ ദേവാൻ എന്ന് പറഞ്ഞ് 2 ഉരുള പിണ്ട ഉരുട്ടി വയ്ക്കാറുണ്ട്. വിശ്വാൻ ദേവാൻ സംവത്സര ശ്രാദ്ധേ വിശ്വാൻ ദേവാൻ അസ്മിൻ ദർഭവീടെ ആവാഹയാമി എന്ന് പറഞ്ഞ് വിശ്വദേവകളെ ആവാഹിച്ച് അവർക്ക് പിണ്ടം സമർപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. 2 ഉരുളയണ വയ്ക്കുക. കാരണം അശ്വിനി ദേവതകൾ 2 നമ്പർ, 2 ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ മൂക്കാണ് അശ്വിനി ദേവതകൾ എന്ന് പറയുന്നത്. അപ്പം വിശ്വാൻ ദേവാൻ, വിശ്വാൻ മറ്റുള്ളവരുടെ മുകളിൽ നിയന്ത്രണം ആഗ്രഹിക്കുന്ന അത്രേ വിശ്വദേവകളെ ഭജിക്കുക. അശ്വിനി ദേവതകൾ ദേവവൈദ്യന്മാരും ആണ്. പിന്നെ സംസാധക, സ്വാധീനതയെ ആഗ്രഹിക്കുന്നവരാണ് സാധ്യന്മാരെ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ രാജ്യകാമ വിശ്വാൻ ദേവാൻ, രാജ്യം ആഗ്രഹിക്കുന്നവരാണ് വിശ്വദേവതകളെ ആഗ്രഹിക്കുന്നത്. നമുക്ക് സാമ്രാജ്യം വേണം, കുറേ സ്ഥലം നമ്മുടെ അധീനതയിലുണ്ടാവണം. സാമ്രാജ്യ അധിപന്മാർ, രാജാക്കന്മാർ പൊതുവെ വിശ്വദേവതകളെ ഭജിക്കും. അന്നാദ്യകാമസ്ത്വതിഥിം, അന്നം ആഗ്രഹിക്കുന്നവർ ദേവമാതാവായിരിക്കുന്ന അതിഥിയെയും, സ്വർഗം ആഗ്രഹിക്കുന്നവർ അതിഥേ സുതാൻ ദേവന്മാരെയും, വിശ്വാൻ ദേവാൻ രാജ്യകാമ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളവർ വിശ്വദേവതകളെയും, സാധ്യാൻ സംസാധകോ വിശാം സാധ്യന്മാരെ ആരാധിക്കുക. മറ്റുള്ളവരുടെ മുകളിൽ നിയന്ത്രണം വേണമെന്നുള്ളവർ. ആയുഷ്കാമോ അശ്വിനോ ദേവോ, ഇനി വീണ്ടും പറഞ്ഞു ആയുഷ്കാമോ
ആയുസ് ആഗ്രഹിക്കുന്നവർ അശ്വിനി ദേവതകളെ ഭജിക്കണം. നേരത്തെയും പറഞ്ഞതിൻ്റെ വീണ്ടും ആവർത്തിച്ചു. അശ്വിനി ദേവതകൾ, ആയുഷ് കാമോ അശ്വിനോ ദേവോ, ദീർഘായുസ് വേണമെന്നുള്ളവർ ശരീരം നന്നാവണം, അതിന് അശ്വിനി ദേവതകളെ ദേവവൈദ്യന്മാരെ ഭജിക്കണം. പുഷ്ടികാമ ഇളാം യജേത്, ശരീരത്തിന് കുറച്ച് ആരോഗ്യം വേണം എന്നുള്ളവർ ഇള എന്ന് പറയുന്ന പച്ചക്കറികളുടെ ദേവതയെ ഭജിക്കണം. ആന്തരാർത്ഥം എന്താണെന്നറിയോ? പച്ചക്കറികൾ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മീയ സംഹിതയിൽ എവിടെയാണ് വെജിറ്റേറിയനിസം പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വെജിറ്റേറിയനിസം പറഞ്ഞിട്ടില്ല, പക്ഷേ വെജിറ്റബിൾസ് ധാരാളം ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റത് കുറയ്ക്കണമല്ലോ, ഒന്ന് കൂട്ടിയാൽ മറ്റത് കുറയുക. ആഴ്ചയിൽ ഒരിക്കലൊക്കെ പനോണ് കഴിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ ആ കഴിച്ചത് 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ക്ഷേത്രത്തിലോ ആത്മീയ കാര്യത്തിലോ ഇടപെടാവൂ. അത് പലപ്പോഴും എല്ലാവർക്കും പ്രായോഗികമാവില്ല. ക്ഷേത്ര ജീവനക്കാർ നോണ് കഴിച്ചു വിചാരിക്കും ഏത് സമുദായം ആവട്ടെ, പെട്ടെന്ന് അമ്പലത്തിൽ പോകേണ്ടി വരില്ലേ? വൈകുന്നേരങ്ങളിലാണ് കഴിച്ചതെങ്കിൽ രാവിലെ ആരും കഴിക്കില്ല അധികം. ചിലപ്പോൾ 4 മണിക്കാണ് എന്തെങ്കിലും കഴിച്ചതെങ്കിൽ 5 മണിക്ക് അവർക്ക് ക്ഷേത്ര ജീവനക്കാർ അമ്പലം. അപ്പോൾ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് നോണേ വേണ്ടാന്ന് വെച്ചതാണ്. 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആവണമെങ്കിൽ അതും ആഴ്ചയിൽ 1-2 പ്രാവശ്യത്രേ പാടും. ദിവസേന നന്നല്ല. രോഗം വേഗം മാറാനും വരാതിരിക്കാനും വെജിറ്റബിൾസ് തന്നെയാണ് നല്ലത് എന്നിവിടെ സൂചനയാണ്. പുഷ്ടികാമ ഇളാം യജേത്, ആരോഗ്യ സംരക്ഷണത്തിന് പച്ചക്കറികൾ തന്നെയാണ് നല്ലത്. നിർബന്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. നമുക്ക് നല്ലത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. പ്രതിഷ്ഠ കാമ പുരുഷോ രോദസി ലോകമാതരോ, പ്രതിഷ്ഠ, ഒരു ഭാഗത്ത് സ്ഥിരത വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഈ വീട് വിറ്റിട്ട് പോവുക പിന്നെ വേറൊരു തിരുവാടകയ്ക്കിട്ട് കയ്യ അതൊന്നും വയ്യാട്ടോ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുക അതന്നെ വേണ്ടത് എന്ന് തോന്നുന്നവർ രോദസി, ദ്യാവാഭൂമികളെയും ഭജിക്കണം എന്നാണ്. അതാണ് അവിടെ പ്രതിഷ്ഠാ കാമപുരുഷോ രോദസി ലോകമാതരോ, ലോകമാതാക്കളെ ഭജിക്കണം എന്ന് പറഞ്ഞത്. ലോകമാതാപിതാക്കന്മാരായിരിക്കുന്ന ദ്യാവാഭൂമികൾ എന്ന് പറയും. ഒന്ന് ഭൂമി, ഒന്ന് ദ്യാവ, ആകാശമാണ്. ആ ഭൂമികളെ ഭജിക്കണം. രൂപാഭികാമോ ഗന്ധർവ സ്ത്രീകാമോപ്സര ഉർവശീം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠനം. ഒക്കെ കുറേയൊക്കെ അർത്ഥങ്ങൾ എന്താ പറയുക വെച്ചാൽ പ്രതീകാത്മകവും കൂടിയാണ്. അതിന് ശരിയായിട്ടുള്ള രീതി എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയം വരാം. സംശയം വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല, അത്രയും ഗഹനായിട്ടുള്ളൊരു ശാസ്ത്രമാണല്ലോ. രൂപാഭികാമോ ഗന്ധർവാൻ, നല്ല രൂപം വേണം. അതാർക്കാ വല്ലാത്തത്? കണ്ണാടി നോക്കിയാൽ നന്നാവണം എന്ന് നമുക്കും തോന്നണം, ബാക്കിയുള്ളവർക്കും വേണം. അയാൾ സുന്ദരനാണ് കേട്ടോ, അയാൾ സുന്ദരിയാണ് കേട്ടോ എന്ന് പറയാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഗന്ധർവന്മാരെ ഭജിക്കാനാണ് ഇവിടെ പറയണത്. ഗന്ധർവ കാവുകളുണ്ട് നമുക്ക്. അപ്പം അതൊക്കെ രൂപം നന്നാവാൻ അല്ലെങ്കിൽ വൈരൂപ്യം ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ ആണത്രേ ഗന്ധർവന്മാരെ ഭജിക്കുക. സ്ത്രീകാമോപ്സര ഉർവശിയും, സ്ത്രീ സുഖം ആഗ്രഹിക്കുന്നവർ ഉർവശിയെ ഭജിക്കുക. സ്ത്രീകൾ നമ്മളെ ഇഷ്ടപ്പെടണം, സ്ത്രീസുഖം വേണമെന്നുള്ളവർ, സ്ത്രീകൾക്ക് പുരുഷന്മാരെ വേണമെന്ന് ആഗ്രഹമുള്ളത് അതിൽ വരുന്നുണ്ട്. കോൺവേഴ്സ്ലി ഉർവശിയാണ് ഭജിക്കേണ്ടത്, സൗന്ദര്യത്തിൻ്റെ ഉർവശിയാണല്ലോ. അപ്പോൾ ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം, ആധിപത്യം ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിനെയും ഭജിക്കണം. യജ്ഞം യജേത് യശസ്കാമ കോശസ്കാമ പ്രജാപതിയും പ്രജേതസം വിസ്ത്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാംസതിയും. ഈ യശസ്, ലോകത്തിൽ നല്ല കീർത്തി ആഗ്രഹിക്കുന്നവർ യജ്ഞം മൂർത്തികളെ ഭജിക്കണം, യജ്ഞങ്ങൾ ചെയ്യണം എന്നർത്ഥം. കുറച്ച് പ്രവൃത്തി പദത്തിലേക്ക് വരണം. നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ഹോമം, ഭഗവത് സേവ, സുഹൃത ഹോമം, നവഗ്രഹ ഹോമം, അങ്ങനെയുള്ള ഹോമാദികൾ എവിടെ ചെയ്യണം? വീട്ടിൽ ചെയ്യണം. ചീട്ടാക്കി പോന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അമ്പലം നന്നാവുള്ളൂ. ആ അമ്പലം നന്നാവണതിൻ്റെ ഒരു ചെറിയ സുഹൃതഭാഗം നമുക്ക് കിട്ടിക്കൂടാന്നില്ല. അമ്പലം നന്നാക്കണത് നല്ല കാര്യമാണ്, പക്ഷെ നമുക്ക് ശ്രേയസ് ഉണ്ടാവില്ല, ഉറപ്പാണ്. അത് വീട്ടിൽ ചെയ്യണം. പലതരം
നമുക്ക് ചെയ്യാവുന്ന ഹോമങ്ങൾ, ചെയ്യിക്കാവുന്ന ഹോമങ്ങളുണ്ട്. അത് വീട്ടിൽ തന്നെ ചെയ്യണം എന്നാണ് പറയണത്. യജ്ഞമൂർത്തിയെ യജ്ഞം കൊണ്ട് ഭജിക്കുക. പിന്നെ പറയണ കോശകാമ, ഭണ്ഡാരം, ധനം മുതലായിട്ടത് വർദ്ധിക്കേണ്ടവർ പ്രചേതസ്സുകളെ ഭജിക്കണം. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അത് ആഗ്രഹിക്കുന്നവർ ശിവനെ ഭജിച്ച് ജ്ഞാനം ഉണ്ടാക്കണം. ദാമ്പത്യാർത്ഥ ഉമാംസതിയും, ദാമ്പത്യ സുഖം വേണം എന്ന് വിചാരിക്കുന്നവർ ഉമാമഹേശ്വരന്മാരെ പൂജിക്കുക. ഉമാമഹേശ്വര പൂജ നടത്തുക എന്നാണ് നമ്മൾ പറയുക, വിവാഹം കഴിയണമെങ്കിൽ. ഇനി അവസാനം പറയണത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ഓരോന്നിന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ പിന്നാലെ പോണ്ട എന്ന് പറയാനാണ് കേട്ടോ ഇതൊക്കെ പറയണത്. അത് അവസാനേ പറയുള്ളൂ. ബാക്കി ഭാഗം അടുത്ത ദിവസം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.